വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അവനെ സ്ലോകിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതിന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ രാവിലെ എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നല്ലൊരു മോർണിംഗ് വൈബായിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ കിളികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല രസമായിട്ട് നമ്മളിപ്പോൾ പറമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറമ്പിൽ വരാൻ കാരണം വേണ്ടിയിട്ട് നമുക്കിന്നൊരു അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി ബാക്കി കാണാം. നല്ല രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഇന്നലെ നമുക്ക് നല്ല മഴയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ചെടികളിലൊക്കെ നല്ല വെള്ളമുണ്ട്, ചെടിയിലും കിണറിലൊക്കെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. നോക്കി ഈ കവുങ്ങ് നമുക്ക് ഇടയിൽ വെച്ചിട്ട് പൊട്ടിയിരിക്കുവാണ്. നല്ല കാറ്റും മഴയൊക്കെയുള്ള സമയത്ത് ഇടയ്ക്ക് വെച്ച് പൊട്ടിയതാണ്. ഇത് നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തീ കത്തിക്കാൻ എടുക്കാം കേട്ടോ. നല്ല ഉണങ്ങിയ കവുങ്ങാണ്. അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിട്ട് നനഞ്ഞ് കിടക്കുന്നത് നമുക്ക് എന്തായാലും ഉണക്കിയിട്ട് തീയൊക്കെ കത്തിക്കാം. കാരണം കവുങ്ങിൻ്റെ ഈ പീസുകളൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ തീയൊക്കെ കത്തിക്കാൻ നല്ലതാണേ. ഹായ്, നമ്മുടെ കാപ്പിക്കുരുവിലൊക്കെ എന്തായാലും കാപ്പിക്കുരുവൊക്കെ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊക്കെ പച്ച കളറായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല പഴുത്തിട്ടുണ്ട്, നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പല കളറിൽ ഓരോന്ന് പഴുത്ത് തുടങ്ങിയതും അതുപോലെ തന്നെ ചിലത് നന്നായിട്ട് പഴുത്തതും ചിലത് പഴുത്ത് ഉണങ്ങിയിരിക്കും കേട്ടോ ഇതിലിരുന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ പറിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തോല് നല്ല മധുരാട്ടോ. അപ്പോൾ ഈ മധുരമായതുകൊണ്ട് തന്നെ നമുക്ക് വെരുക് എന്ന് പറയുന്ന സംഭവമുണ്ട്. വെരുക് വന്നിട്ട് ഇതൊക്കെ തിന്നിട്ട് പോകും. പിന്നെ നമുക്ക് ലാസ്റ്റ് പറിക്കാൻ നേരത്തെ വന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല ചെടിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പഴുത്ത് നോക്കി ആ തന്നെ പറിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പച്ചയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പഴുത്ത് നോക്കി എന്തായാലും ഒന്ന് പറിക്കാം കേട്ടോ. ഇവിടെ ഒരു എടനമരം ഉണ്ടല്ലോ. നമുക്ക് നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഞാനൊരു എടനമരം കാണിച്ചു തരുന്നത്. നല്ല ഹൈറ്റിലായിരുന്നു, നല്ല വലിയ മരമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇലയൊന്നും അത്ര നന്നായിട്ട് കാണാൻ പറ്റി കാണില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ എടനയുടെ ഇല കേട്ടോ. ഒന്ന് മണത്ത് നോക്കട്ടെ. നല്ല മണമാണ് ഇതിന്, നല്ല മണമാണ്. ഇത് നമ്മൾ ഈ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടൽ ചെമ്പിലൊക്കെ വെച്ചിട്ട് ആവിയൊക്കെ കയറ്റിയിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ ഫുഡൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഇല ഇട്ടു, ഒരു 10 ഇലയോ ഒരു 5 ഇലയോ കിട്ടാൽ നല്ല രീതിയിൽ മണമുണ്ട് നമ്മൾ ആ ഉണ്ടാക്കുന്ന ഒരു ഫുഡിന്. എന്തായാലും പച്ചക്കറി നല്ല മണമുണ്ട്. പിന്നെ ആവി കൂടി കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഒരു എസൻസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടേ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നല്ല മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് തോട്ടത്തിന്റെ വീഡിയോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ കുറേ പേർക്ക് മനസ്സിലാക്കാനുള്ള അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷിയൊക്കെയാണല്ലോ. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി വന്നത് കുറച്ച് കൂർക്കയുടെ തല എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞങ്ങളെ പണ്ട് നമ്മൾ ഈ വീട്ടിലേക്കൊക്കെ കൂർക്ക വാങ്ങുമായിരുന്നു. അപ്പോൾ കൂർക്ക വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകും നമ്മൾ എടുക്കാത്തതൊക്കെ കുഞ്ഞു കുഞ്ഞു. അപ്പോൾ അതിലൊക്കെ മുള വന്ന് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ കണ്ടൊക്കെ വെട്ടിയിട്ട് പല സ്ഥലങ്ങളായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വിളവെല്ലാം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ ഈ അടുത്ത് പറമ്പിൽ വന്ന ടൈമിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ തലപ്പ് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം ഒടിച്ചെടുത്തിട്ട് ഒരു കണ്ടം വെട്ടിയിട്ട് നല്ല വൃത്തിക്ക് നടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാടൊക്കെ കയറി ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് തപ്പിയെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കിട്ടുന്ന തല പരമാവധി ഒടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഷർട്ട് ഫുൾ സ്ലീവ് ആയിട്ട് തന്നെയാണ് നിർത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിലേ ഇന്നലെ മഴയും കൂടി പെയ്തുകൊണ്ട് പുല്ലൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൊറിയാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അട്ടയൊക്കെ പുല്ലിൽ കൂടെ ആട്ടോ കയറി വരുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അട്ട നിറച്ചുണ്ടാവും. നമുക്ക് കുറച്ച് തലകൾ ഒടിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാം. എല്ലാം ഒടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടം വെട്ടി നടാനുള്ളത് ഉണ്ടാവും തോന്നുന്നു. നമുക്ക് എന്തായാലും കിട്ടുന്നതൊക്കെ കുറച്ച് ഒടിക്കട്ടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കാട്ടിനകത്താണെന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് ഒടിച്ചെടുക്കാം. നമുക്ക് പ്രതീക്ഷേനെക്കാളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ടേ കാണുമ്പോൾ ഒരു കാഴ്ചയ്ക്ക് അധികം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് പറിച്ച് വന്നപ്പോൾ കൈ നിറച്ച് സംഭവം കിട്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു കണ്ടല്ലാന്ന് തോന്നുന്നു, കുറച്ച് അധികം കണ്ടം വേണ്ടി നമുക്ക് നടാൻ കിട്ടും കേട്ടോ. അതിൽ നിന്ന് ഒടിച്ചെടുക്കുമ്പോൾ ഇനി കൂടുതൽ തല കിട്ടുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഇതൊക്കെ എടുത്തിട്ടൊന്ന് മേളിക്കൊന്ന് കയറട്ടെ കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ചാലിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കയറട്ടെ മേളിലേക്ക്. നമ്മൾ ബക്കറ്റും കൊണ്ടല്ലേ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബക്കറ്റിലേക്ക് പതുക്കെ ഇറക്കി വെക്കാം. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ
സൈഡിനോട് ചേർത്തിട്ടാട്ടോ നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് നടുന്ന സ്ഥലത്തേക്ക് പോവാം. ആയിട്ട് വന്നു കേട്ടോ, വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചായ ഒക്കെ കുടിച്ചു. ചായ കുടിക്കാനായിട്ട് നമുക്ക് ഇതാ വീണ്ടും നമ്മൾ നടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനോട് ചേർത്തിട്ടാണ് നടന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് നടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാഴയൊന്നുമില്ല, അതിന് കുറച്ച് ദൂരേക്കായിട്ടാണ് നമ്മളിപ്പോൾ വാഴ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ അത് വൃത്തിയാക്കിയിട്ട് നടാം. കാരണം ഇവിടെ കുറച്ച് വാഴ നേരത്തെ വെച്ചതിൻ്റെ കുറച്ച് സംഭവങ്ങൾ വെട്ടി കളയാനും അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ഒരുമിച്ച് വൃത്തിയാക്കി എടുത്ത് നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. ഇതിപ്പോ നമ്മൾ നേരത്തെ വാഴ വെച്ചതിന്റെ കുഞ്ഞാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വെച്ച് ദൂരേക്ക് കൊണ്ട് കളയാം. ഉപ്പ് ഇവിടെ തന്നെ വെട്ടി മുറിച്ചിടണ്ട, കാരണം മുറിച്ചിട്ട് പിന്നെയും നമുക്ക് അതൊക്കെ എടുത്ത് മാറ്റണമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാം എടുത്ത് നേരെ കൊണ്ട് കളയാം. കൊണ്ട് വേറെ വാഴച്ചൂട്ടിലേക്ക് കൊണ്ടിടാം. നമുക്ക് കുറെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. കുറെ വാഴയുടെ തന്നെ സംഭവങ്ങളാണ് കൂടുതലുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഓസ് കിടക്കുന്നുണ്ടോ കൂട്ടുകാരെ. അപ്പൊ ഈ ഓസ് നമ്മുടെ മേളിലൊരു മലയുണ്ട്. അപ്പൊ മലയിൽ നല്ല ഉറവ വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഉറവ വെള്ളത്തിൽ നേരിട്ട് ഡയറക്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന ഓസാണ്. അപ്പൊ ഈ വെള്ളമായിട്ട് നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരും. അപ്പൊ ആ ഓസാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയില്ല കേട്ടോ. എങ്ങാനും നമ്മൾ ഇവിടെ വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ അരുവിയൊക്കെ തട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പണി. അപ്പൊ ഇതൊക്കെ നമ്മൾ ജോയിന്റ് കൊടുത്തിരിക്കുക കേട്ടോ. കുറച്ച് മാറ്റിയില്ല. ഈ നല്ല ശക്തിക്ക് വെള്ളം വരുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് നമ്മുടെ മലയിൽ നിന്ന്. അപ്പൊ ഇത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഈ വെള്ളം തന്നെയായിട്ട് എടുക്കാറ്. നമുക്കിത് വറ്റാറേ ഇല്ല. ഫുൾ ടൈം ഇവിടെ നല്ല വേനൽക്കാലത്തൊക്കെ എല്ലാ കിണറ്റിലൊക്കെ വെള്ളം വറ്റില്ല. ആ ടൈമിലൊക്കെ നമുക്ക് ഇവിടെ നല്ല വെള്ളം കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെ ഒരു വരമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ വരമ്പ് പോലെ ആക്കിയിട്ട് ഈ ഇതൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ വിറക് പൊളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് വന്നിട്ട്. അപ്പോൾ വീട്ടാവശ്യത്തിനുള്ള വിറകൊക്കെ നമ്മൾ വണ്ടിക്ക് പൊളിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളാണ്. അതിന് തോലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ കത്തിച്ചു. ബാക്കി വേണ്ടാത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു വരമ്പ് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കണ്ടം വെട്ടുമല്ലോ. കണ്ടം വെട്ടി റെഡിയാക്കി ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോൾ അതിൻ്റെ മണ്ണൊന്നും അങ്ങനെ കുത്തി ഒഴിച്ച് പോകില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവം കൊണ്ട് തന്നെ അവിടെ തടഞ്ഞു നിൽക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ അങ്ങനെ ഒന്ന് വരമ്പ് വെട്ടി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ചെത്തി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഇത് നമ്മൾ കുറച്ച് മണൽ മൂടിയിട്ടുണ്ട്. അപ്പം അതാണ് ആ കാണുന്നത്. അപ്പം അതിൻ്റെ സൈഡ് നമുക്ക് നോക്കി ചെത്താം. കുറച്ചൊക്കെ കീറിയിട്ടുണ്ട് നമ്മുടെ ടർപ്പായിരുന്നാലും നമ്മൾ തൂമ്പൊക്കെ തട്ടുണ്ടാകുക. മഴ പെയ്തതുകൊണ്ട് നമുക്ക് മണ്ണ് കുറച്ച് ലൂസുള്ളതുകൊണ്ട് ചെത്താൻ വലിയ റിസ്ക് ഇല്ല. അത് നമ്മളിവിടെ ചെത്തുന്നതിൻ്റെ ഇടയിൽ കുറേ മണ്ണിരകളെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ കിട്ടും മണ്ണിരകൾ, ചെറുതും വലുതും പല സൈസിലുള്ള മണ്ണിരകൾ കിട്ടും ഇവിടെ. അപ്പൊ നമുക്ക് ഈ കവുങ്ങിന്റെ പീസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കൊണ്ടേ മാറ്റി വെക്കാം. നമുക്ക് കിടക്കുമ്പോഴൊക്കെ റിസ്ക് ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആളുകൂടി നല്ല സൈലന്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പൊ അവള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവള് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല കളിയാണ് അവളുടെ അച്ഛമ്മയുടെ കൂടെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും അവളിപ്പോൾ ഒതുങ്ങിയിരിക്കുമല്ലോ. ആ ടൈമിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മളിവിടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കുറേയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഇതുപോലെ പച്ചക്കറി തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മൾ എല്ലാം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പരമാവധി നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങൾ കുറച്ച് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ വിഷമൊക്കെ അടിച്ചു ചേർക്കുന്ന സംഭവങ്ങളൊന്നും നമുക്കും കഴിക്കേണ്ട, നമ്മുടെ മക്കൾക്കും കഴിക്കത്തില്ല. അപ്പൊ നമ്മൾ പറ്റുന്ന പരമാവധിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ സ്ഥലം ഇല്ലാന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ മുകളിലായിട്ട് ഗ്രോ ബാഗൊക്കെ നട്ടിട്ട് അതിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നടാനും. ഇപ്പൊ മുളകായാലും അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നട്ടാൽ നമുക്ക് അത്രയും ആയാലും. അപ്പൊ അങ്ങനെയൊക്കെ നടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് വിഷമില്ല
വിഷമില്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കുകയും ചെയ്യാലോ. ഈ ഒരു ലെവലിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ കുറച്ച് വിറകിന്റെ പീസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വരമ്പുണ്ടാക്കിയല്ലോ. ആ വരമ്പിന്റെ പൊക്കത്ത് നമ്മൾ കുറച്ച് മണ്ണ് വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നമ്മുടെ കൂർക്കയൊക്കെ നടാലോ. അപ്പൊ ഒരു പാത്തി പോലെ ഇങ്ങനെ ഒരു വരമ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേയൊക്കെ ഇവിടെ ലെവലാക്കിയ ശേഷം നമ്മൾ പിന്നെ പിക്കാസിന് ജസ്റ്റ് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുത്താണ്. കാരണം നല്ല തറവുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ വെയിൽ വന്നു തുടങ്ങി. ആദ്യം നമ്മൾ കിളച്ച് തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലൂസ് മണ്ണ് ഉണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു മഴയൊക്കെ പെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒരു തറവായി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയാട്ടോ ഇനി ഉള്ളത്. ഇനി നമുക്ക് ഈ വരമ്പിൽ കൂടെ നമ്മൾ ചാണകപ്പൊടി ഇടണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ പറമ്പിലേക്ക് ഇറക്കിയ ചാണകപ്പൊടിയുടെ ബാലൻസ് ആണ് നമ്മൾ ഏലത്തിനും കുരുമുളകിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊടുന്നതിൻ്റെ ബാക്കിയാണ്. അതാണ് ഈ ചാക്കൊക്കെ അവിടെ കിടന്ന് കുറച്ചൊക്കെ പിഞ്ചി പോയിട്ട്. അപ്പോൾ നമുക്ക് മുറിച്ചൊന്ന് ശരിയാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വിറകാണല്ലോ അടി കിടക്കുന്നത്. അപ്പോൾ വിറകാകുമ്പോൾ കുറച്ചുകൂടി വളക്കൂറും ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ മേളിൽ മണ്ണ് ഇടുമ്പോൾ നമുക്ക് നട്ട് പിടിപ്പിക്കാനും കുറച്ച് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ മേളിൽ കുറച്ച് ചാണകപ്പൊടി വെതറി കൊടുക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോൾ ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ വെതറിയിട്ടാട്ടോ നടാറ്. അങ്ങനെ ചാണകപ്പൊടി ഇട്ടിട്ടൊക്കെ നടുമ്പോഴേ നല്ല രീതിയിൽ വേര് പൊട്ടാനും നന്നായിട്ട് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് കയറും. നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ വരമ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒക്കെ നന്നായിട്ട് തട്ടി കൊടുക്കാം. നല്ല പൊടിയായിട്ടുള്ള ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു വെള്ളം കൂടി വെക്കണ്ടേ? ഇല്ല, ഇനി ഇവിടെ ബാക്കി കളച്ചിലാണോ. അപ്പൊ നമുക്കിനി കുറച്ചുകൂടി കളച്ച് റെഡിയാക്കാനുണ്ട്. അപ്പൊ എന്തായാലും അതിവിടെ ഒന്ന് ചെയ്യാം. നമ്മള് രാവിലെ പറിച്ചിട്ട് വന്ന കൂർക്കയൊക്കെ കൂർക്കയുടെ തലയുണ്ടല്ലോ, അപ്പൊ നമുക്ക് നന്നായിട്ട് നടാൻ പാകത്തിന് വലുപ്പത്തിൽ മുറിച്ച് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ കുറേയൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട് തലയൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാം. നമ്മളിവിടെ ഒരു കണ്ട ഫുള്ള് റെഡിയാക്കിയിട്ട് നമ്മളതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ബാക്കി കുറച്ചുകൂടി വേണം. കാരണം നമുക്ക് ഇത്രയും കൂർക്കയുടെ തലയുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി നടണമെങ്കിൽ നമുക്ക് ആ ഒറ്റ കണ്ടത്തിൽ പറ്റില്ല. അപ്പോൾ അമ്മ ബാക്കി സ്ഥലത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുവാണേ. ഇതാ അങ്ങനെ ഫൈനൽ നമ്മൾ നമ്മുടെ കൂർക്ക നടാനുള്ള കണ്ടൊക്കെ വെട്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കുറച്ച് കണ്ടങ്ങളൊക്കെ കൂടുതൽ വെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടം വെട്ടിയതിലൊക്കെ നമ്മളിത് അതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്യാനാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ കണ്ടം വെട്ടിയ പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നടാനുള്ള കൂർക്കത്തൈകളും നമ്മൾ മുറിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയുടെ തലപ്പുകളെല്ലാം നമ്മൾ മുറിച്ച് കറക്റ്റ് ലെവലാക്കിയിട്ട് അപ്പോൾ നമുക്കിനി നടാൻ തുടങ്ങാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ നമ്മൾ ഇട്ട് കൊടുത്ത ചാണകപ്പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കല്ലൊക്കെ ഒന്ന് പെറുക്കി മാറ്റാം. നമ്മളിവിടെ കിളയ്ക്കുന്ന ടൈമിൽ കുറേ കല്ലുണ്ടായിരുന്നു കേട്ടോ. കല്ലുള്ള മണ്ണാണ്. അപ്പോൾ കല്ലൊക്കെ നമ്മൾ കുറേ പെറുക്കി കളഞ്ഞായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ചെറിയ കല്ലുകളാണ് ഈ കിടക്കുന്നത്. എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു തലപ്പിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിങ്ങനെ കിടത്തിയിട്ട് വേണ്ട വയ്ക്കാൻ. അങ്ങനെ കിടത്തി വെക്കുമ്പോഴാണ് അതിലേക്ക് നമ്മുടെ ഈ ബാക്കി മുട്ടുകളുണ്ടല്ലോ. ഇപ്പം മുട്ട് എന്ന് പറയുമ്പോൾ
അതിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഈ മുട്ടുകൾ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് വേരൊക്കെ പൊട്ടി കിഴങ്ങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കിടത്തി വെക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ബാക്കി എല്ലാം അങ്ങ് നട്ടു കൊടുക്കാം. നമുക്ക് ഇന്നിവിടെ മഴ പെയ്യും തോന്നുന്നുണ്ട്, കാരണം തുമ്പി കുറച്ച് നേരത്ത് നന്നായിട്ട് താന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ മഴ ചെറുതായിട്ട് ചാറാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് നട്ട് തീർക്കാം. അപ്പൊ നമ്മുടെ കൂർക്കത്തിലേക്ക് ഏകദേശം നട്ട് തീരാനായിട്ടുണ്ട്. കുറെ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ നമ്മുടെ കൂർക്കത്തലകളെല്ലാം നമ്മുടെ കണ്ടത്തിൽ നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു കണ്ടം ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചീരയുടെ വിത്ത് പാകാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തുണ്ട് കുറച്ച് മണ്ണെടുത്തിരിക്കുന്നത്. അപ്പൊ ആ മണ്ണെടുത്തത് നമ്മൾ ഈ കണ്ടത്തിലേക്കൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, കുറച്ച് ഹൈറ്റിൽ ലെവലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്കിനി പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകിന്റെ വിത്തോ അല്ലെങ്കിൽ നമുക്ക് ചെടി കുറച്ചുണ്ട്. അപ്പോൾ ആ ചെടി പാകാന്ന് വിചാരിച്ചു. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ എങ്ങനെയൊരു സ്ഥലമായിരുന്നു നമ്മൾ ഈ രീതിയിലാക്കി എടുത്തത്. അപ്പോൾ മണ്ണ് എടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഏതൊരു മണ്ണിലും നമുക്ക് പുല്ല് വിളയിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ആ സ്ഥലത്ത് കുറച്ച് മുളക് കൂടി നടാം. നമ്മുടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടാട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിതാ പച്ചമുളക് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാന്താരി, പിന്നെ കുറച്ച് കറ്റാർ വാഴയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നട്ടിട്ടുള്ളത്. നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന പച്ചക്കറിയുടെ വിത്തൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാട്ടോ കൂടുതൽ നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ എന്ന് പറയുമ്പോൾ 2 വർഷത്തോളം ആയിട്ടോ ഈ തയ്യൊക്കെ ഇവിടെ ഉണ്ടായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാരം ഉണ്ടാവില്ല തീ കത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളതൊക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശേഷി, അതായത് വളത്തിൻ്റെയൊക്കെ ഒരു ഗുണമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ തൈയൊക്കെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ കൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് വേര് നന്നായിട്ട് ഇറങ്ങിയിട്ട് കുറേ നമ്മുടെ ഗ്രോ ബാഗൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെ നേരത്തെ കുഴി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കുഴിയിലേക്ക് നേരെ എടുത്ത് പറിച്ച് മണ്ണൊന്നും അധികം ഇളക്കാതെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ പെട്ടെന്ന് തൊടുമ്പത്തേനും കീറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രോ ബാഗ് മാറ്റാനും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് മുളക് തന്നൊരു തൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കളയാൻ തോന്നുന്നില്ല. അപ്പം ഒന്ന് കുഴിച്ച് നട്ടതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കുറച്ചുകൂടി കായ്ഫലം കിട്ടിയാൽ അപ്പോൾ നമുക്ക് എന്തായാലും കുഴിയിലേക്ക് ഇറക്കി നടാം. അപ്പം അതിന് മുന്നേ കവറൊന്ന് കളയാം. നമുക്ക് ബ്ലേഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ട് ഈ കവർ കളയാൻ വേണ്ടിയിട്ട്, കാരണം നല്ല രീതിയിൽ പിഞ്ച് പോരുന്നുണ്ടേ. കുറച്ച് അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ആ കുഴിയിലേക്ക് തന്നെ വീഴട്ടെ. അപ്പൊ ഈ പതുക്കെ നമുക്ക് ഈ ഗ്രോ ബാഗിന്റെ കവറൊന്ന് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് ഒന്ന് മൂടാം. നല്ല രീതിയിൽ കല്ലുള്ള മണ്ണാട്ടത്. അപ്പൊ നമ്മള് ഒരെണ്ണം നന്നായിട്ട് തടവൊക്കെ എടുത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതും കൂടി ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. തൈകൾ നമ്മൾ നട്ട് തടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ, രണ്ടെണ്ണത്തിനും. അപ്പോൾ നമ്മുടെ കൂർക്കൊക്കെ നട്ട് നിങ്ങൾ നേരത്തെ കണ്ടില്ല. അപ്പോൾ കൂർക്കി നട്ട് കഴിഞ്ഞ് നമ്മുടെ ഇത് നട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു സംഭവം ഉണ്ട്. നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ടോ കുറച്ച് മത്തന്റെ വള്ളിയൊക്കെ പടർന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മത്തൻ ഉണ്ടായിട്ടുണ്ട്, നല്ല മൂത്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. ഇതും നമ്മൾ ഈ മത്തനും ഇതേപോലെ ഒരു ദിവസം നട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിൽ കുറേ ചെറിയ മത്തനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെറിയ കായുണ്ടേ. അപ്പോൾ ഈ ചെറിയ കായ് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കായ്കൾ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം ഓരോന്നായിട്ട്.
നമുക്കിതാ ഇവിടെ കുറച്ചുകൂടി നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളൊരു മത്തനുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് എടുത്ത് നുള്ളി തോരൻ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിന് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടാകുമല്ലോ, കഞ്ഞിവെള്ളം, ചാരം, ഇതൊക്കെയാണ്. കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ ഇതിന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണമൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കായ്ഫലം കൂടാനും വേറെ കടിയിലേക്കൊക്കെ നന്നായിട്ട് പൊട്ടാനൊക്കെ നല്ലതാണ്. കഞ്ഞിയൊക്കെയല്ലേ കണ്ടത്. അപ്പോൾ ചെറുത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ 2-3 വലുതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മത്തൻ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. ഹാർവെസ്റ്റ് ചെയ്ത് നമ്മുടെ മത്തങ്ങ നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല മഞ്ഞ കളറുണ്ട്. നല്ല മൂത്തത് കൊണ്ടേ നമ്മൾ ആ ചെടി തന്നെ നിന്ന് മൂത്തതാണല്ലോ നമ്മുടെ മത്തൻ വള്ളിയിൽ. അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ കളറും ഉണ്ട്. അതുപോലെ തന്നെ എന്തോന്നും നല്ല പൊടി ഉണ്ട് തോന്നുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഓണത്തിന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. ഓണത്തിന് നമ്മൾ ഈ മത്തനാട്ടോ നമ്മൾ കറിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ. അപ്പോൾ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല പൊടി ഉണ്ട് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇത് കറിയൊക്കെ വെച്ച് നമുക്ക് ചോറ് കഴിക്കാം. ഇന്ന് പ്ലാൻ ചെയ്ത പരിപാടികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്കത്തല നടലായാലും നമ്മുടെ മുളക് തൈയൊക്കെ നമ്മൾ നന്നായിട്ട് നട്ട് റെഡിയാക്കി നമ്മൾ ചെറിയ തടമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഭാവിയിലാണെങ്കിൽ നമുക്ക് അതിനുള്ള പരിപാലനങ്ങളൊക്കെ അതുവഴി ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ആ ഹാർവെസ്റ്റ് ചെയ്ത മത്തനൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി മത്തൻ കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നല്ല വിശന്ന് കൊണ്ടിൽ കരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഉള്ള എനർജിയൊക്കെ നമ്മളിവിടെ കിളച്ചിട്ട് പോയല്ലോ. അപ്പം ഞാൻ ഫുഡ് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിതുപോലെ നട്ട് നനച്ച് പരിപാലിച്ച് സ്വന്തമായിട്ട് നട്ട് നനച്ച് പരിപാലിച്ച് അതിൽ നിന്നൊരു വിളവൊക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു ഇരട്ടി മധുരം തന്നെ ആയിട്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങി കഴിച്ചാലും കിട്ടാത്തൊരു സന്തോഷം തന്നെ കേട്ടോ അതിനപ്പോൾ. കറിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.